ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പൊട്ടറ്റോ ബേക്ക് ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ തൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 6 പൊട്ടറ്റോ. ഇത് ഞാൻ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി തൊലി കളയേണ്ട കാര്യമില്ല. പിന്നെ ഒരു മീഡിയം സൈസ് ഓനിയൻ. പിന്നെ വേണ്ടത് ഞാനിവിടെ ഒരു 8 ഗാർലിക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പാഴ്സലിയാണ്. ഇതൊരു 30 ഗ്രാം പാഴ്സലി ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി, ചീസ്, ഗ്രേറ്റഡ് ചീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇടാവുന്നതാണ്. കാരണം വേറെ ഒന്നും നമ്മൾ എരിവിനായിട്ട് ഇതിനകത്ത് ചേർക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കുറച്ചേറെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ എല്ലാം വരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി സാധനങ്ങൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സവോള എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ആ സെയിം പാത്രത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. നമുക്ക് പാഴ്സലി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഗ്രേറ്റഡ് ചീസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇങ്ങനെയെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊട്ടറ്റോ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ പൊട്ടറ്റോ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ്റെ ട്രേയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഒന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പ് തേച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാഞ്ഞത്. ഇനി ഇത് നമുക്ക് ഓവൻ്റെ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ ബാലൻസ് വന്നതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഒരു ശകലം. എന്നിട്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പൊട്ടറ്റോ എല്ലാം കൂടി നമുക്ക് ഈ ട്രേയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനും പൊട്ടറ്റോയും എല്ലാം ട്രേയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 200 ആണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. 15 മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ട് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓൺ ആക്കിയിട്ട് 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് കൂടി ഓണാക്കി കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ചിക്കൻ പൊട്ടറ്റോ ബേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇറ്റാലിയൻ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.